എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു ജില്ല കൂടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നും കാണാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷനാണ് അതുപോലെ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടി വരിക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ, ഇല്ലെങ്കിൽ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈപ്പ് ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷനുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് EWS കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി എടുക്കുക, അതുപോലെ തന്നെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് എത്രയാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫീസ് എന്നിവ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. കാരണം മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്ന യൂണിഫോമിൻ്റെ പൈസ വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂളിൽ നിന്നും യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എവിടെയാണോ താല്പര്യം അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുപോലെ സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 3-ലോ അല്ലെങ്കിൽ ഈ 2-ലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുക. കാരണം ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്യാൻസൽ ആവുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ രക്ഷിതാവിനോട് ജസ്റ്റ് ചോദിക്കുക, അതായത് ഏത് കോഴ്സ് എടുക്കുന്നതാണ്, ഏതിവിടെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട്, അതായത് എവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. മുൻ അലോട്ട്മെൻറ്റുകളിൽ VHSCയിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം അത് അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുപോലെ ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ക്യാൻസലാവും. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വീട്ടുകാരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാനായിട്ട് കൂടുതൽ താല്പര്യം, അതായത് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം അവിടെ അഡ്മിഷൻ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പിന്നീട് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ട്രാൻസ്ഫർ അപേക്ഷ ഉടൻ തന്നെ വരുന്നതാണ്. നിലവിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടെമ്പററി അഡ്മിഷൻ നേടിയവരും തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സിലേക്ക് മറ്റൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അത് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ HSK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കണ്ടിട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. സൈറ്റിൽ ട്രാഫിക് കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ലിങ്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് റിസൾട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും അറിയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ രാവിലെയോടെ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.